വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തോടെ അതിൻ്റെ കള്ളക്കളി തുടരുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇവിടെ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയേണ്ട കാര്യം വ്യക്തതയോടെ പറയുന്നതിന് പകരം മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യം സംബന്ധിച്ചെല്ലാം മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് നടത്തിയിട്ടുള്ള യാത്ര, അവിടെ വെച്ച് നടത്തിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. കേന്ദ്ര ഏജൻസിയായ സെബിയെയും മാധ്യമങ്ങളെയെല്ലാം അറിയിച്ചതിന് ശേഷമാണ് സർക്കാർ അറിഞ്ഞതെന്ന വാദം നിലനിൽക്കുന്നതല്ല. സർക്കാരിൽ നിന്ന് മനഃപൂർവ്വം ഇക്കാര്യം മറച്ചുവെച്ചുവെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ്, നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല പരിശോധന നടത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെയും യു.ഡി.എഫിൻ്റെയും രാഷ്ട്രീയ നിലപാടെന്ത് എന്നാണ് മുഖ്യമന്ത്രിയിലൂടെ ജനങ്ങൾ കേൾക്കേണ്ടത്. അതിപ്പോഴും പറയാൻ കൂട്ടാക്കിയിട്ടില്ല. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ ഒരു സ്വകാര്യ കമ്പനിക്ക് അടിയറ വെക്കുന്ന നിലപാടിനെയാണ് ഞങ്ങളെല്ലാം എതിർത്തത്. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന വി.ഡി. സതീശന്റെ നിലപാടിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചും ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. കേരളം ഭരിക്കുന്നത് ബി.ജെ.പി. അല്ല എന്ന് ഓർമ്മിപ്പിച്ചത് കെ.സി. വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. സത്യത്തിൽ അത് കെ.സി. വേണുഗോപാലൻ ചൂണ്ടിയത് അദാനിയെ അല്ല, വി.ഡി. സതീശനെയാണ് എന്ന കാര്യം നമുക്കെല്ലാം വ്യക്തതയുള്ള ഒന്നാണ്. യു.ഡി.എഫ്. സർക്കാർ നടപ്പിലാക്കുന്നത് ബി.ജെ.പി. പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുകയുണ്ടായി. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണ നീക്കവുമായി ധവളപത്രത്തെ തുറന്നു വന്ന ബി.ജെ.പി. തന്നെ അതിനെ സ്വാഗതം ചെയ്തതിന് ശേഷമുണ്ടായ ബഡ്ജറ്റിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ധവളപത്രത്തെയും സ്വകാര്യവൽക്കരണ നിലപാടുകളെയും
BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന UDFന്റെ നിലപാടുകളും നയങ്ങളും അത് ഞങ്ങളുടെ നിലപാടാണ്, നയങ്ങളാണ് എന്ന് പരസ്യമായിട്ട് പറയുന്ന നീതി ഉണ്ടായി. ഇപ്പോൾ മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന ഭരണാധികാരിയായി വി. ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്.